إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 50-ാമത്തെ ആയത്തിന്റെ വിശദീകരണം നോക്കൂ. നിങ്ങൾ നോക്കുവീൻ. കൈഫ യഫ്തറൂന, കൈഫ എങ്ങനെയാണ്, യഫ്തറൂന അവർ കെട്ടിച്ചമക്കുന്നത്, അലല്ലാഹി അല്ലാഹുവിന്റെ മേൽ, അൽ കദിബ് കളവ്, അല്ലാഹുവിന്റെ മേൽ കളവ് കെട്ടിച്ചമക്കുന്നത് എങ്ങനെയാണെന്ന് അവർ നോക്കൂ എന്ന് പറഞ്ഞാൽ, മുൻ ആയത്തിൽ വിശദീകരിച്ച പ്രകാരം യഹൂദർ അല്ലാഹുവിന്റെ മേൽ കളവുകൾ കെട്ടിപ്പറയുകയാണ്. ഞങ്ങൾ അവിശ്വാസികളായ യഹൂദരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക, മറ്റാരും തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നഹ്നു അബ്നാഉല്ലാ, ഞങ്ങൾ ആ അല്ലാഹുവിന്റെ മക്കളാകുന്നു എന്നാണ് അവർ പറയുന്നത്. അത്രയും അടുപ്പം നമുക്ക് അല്ലാഹുവിനോടുണ്ടെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഈ രൂപത്തിലൊക്കെയും അല്ലാഹു പറയാത്ത കാര്യങ്ങൾ കെട്ടിപ്പറയുന്നവരാണ്, കെട്ടിച്ചമച്ച് പറയുന്നവരാണ്. സ്വതവേ കളവ് പറയുക എന്നുള്ളത് അങ്ങേയറ്റം വലിയൊരു വൻ പാപമാണ്. അതേസമയം അല്ലാഹുവിന്റെ മേൽ കളവ് കെട്ടിപ്പറയുക എന്നുള്ളത് കടുത്ത പാപവുമാകുന്നു. നോക്കൂ നിങ്ങൾ, അറബികളെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, യഹൂദർ അറബികളെ പറ്റി പറയുന്നത് അവർ അക്ഷരാഭ്യാസമില്ലാത്തവരാണ്, അതുകൊണ്ട് അവരെ ഒരിക്കലും പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പൊങ്ങച്ചും ഗർവും നടിക്കുന്നവരാണ് അന്നത്തെ മദീനത്തെ യഹൂദർ. ആ യഹൂദരാണെങ്കിലോ അവരുടെ കയ്യിൽ വേദഗ്രന്ഥങ്ങളുണ്ട്, മുൻ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളുണ്ട്, അവരുടെ കയ്യിൽ അധ്യാപനങ്ങളുണ്ട്. എന്നിട്ടും അവർ പലതരത്തിൽ അവർ ദേഹേച്ഛക്കനുസരിച്ചുകൊണ്ട് പലതരം മാറ്റത്തിരുത്തലുകളും നടത്തിക്കൊണ്ട് അങ്ങേയറ്റം ഗർവോടുകൂടിയും അസൂയോടുകൂടിയും വലിയ അധികാരസ്ഥന്മാരാണ് ഞങ്ങൾ എന്നുള്ള പൊങ്ങച്ച പ്രകടനത്തോടുകൂടിയും ജീവിച്ചൊരു സമുദായമായിരുന്നു യഹൂദ സമുദായം. അവർ ഒരിക്കലും അവർ വിലവെച്ചിരുന്നില്ല. അറബികളാണെങ്കിലോ അങ്ങേയറ്റം വിനയമുള്ളവരായിരുന്നു, താഴ്മയുള്ളവരായിരുന്നു, നല്ല മനസ്സിനുടമയുള്ളവരായിരുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ അനുഗ്രഹങ്ങൾ അറബികൾക്ക് നൽകി. അതേസമയം യഹൂദർ നേരായ പാതയിലേക്ക് കടന്നു വരാൻ വിസമ്മതിച്ചുകൊണ്ടിരുന്നു. വഖഫാ ബിഹി, അത് തന്നെ മതിയായതാണ് എന്ന് പറഞ്ഞാൽ അവർ അല്ലാഹുവിന്റെ മേൽ പറഞ്ഞ ഈ കളവ് തന്നെ മതിയായതാണ്. അവർക്ക് വലിയ ശിക്ഷകളുണ്ട്. ഇസ്മൻ മുബീന, വ്യക്തമായ പാപമായിട്ട് അത് തന്നെ മതി. ആ പാപത്തിന്റെ പ്രതിഫലമായി അവർക്ക് ജഹന്നമെന്ന വലിയൊരു നരകം അവരെ കാത്തിരിക്കുന്നു എന്നൊക്കെയാണ് ആ പറഞ്ഞതിന്റെ സൂചന. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.